ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു നീ പറഞ്ഞു? ഹലോ. അപ്പോൾ പ്രവീൺ പ്രണവ് ഫാമിലി ഇഷ്യൂ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം അതാണ്, പ്രവീൺ ഫാമിലി. അപ്പോൾ പ്രവീൺ ഫാമിലി ഇഷ്യൂല് ഇതിലിപ്പോൾ ആദ്യം അച്ഛനമ്മയും അനിയനും വന്ന് ഓരോ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവനങ്ങനെ ചെയ്തു അവനിങ്ങനെ ചെയ്തു. അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം, എല്ലാവരും എന്താ പറയുക ഇവരെ കുറ്റം പറഞ്ഞു. ആരെ? പ്രണവിനും വൈഫിനെയും കുറ്റം പറഞ്ഞു. അവരങ്ങനെ ചെയ്തു അവരിങ്ങനെ ചെയ്തു. അപ്പോൾ ശരിക്കും ഇവരിപ്പോൾ ഈ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ, ഇപ്പോൾ ഇവർ ആ സമയത്ത് അന്ന് അടി കൊണ്ട സമയത്ത് ഈ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവരായിരുന്നു കുറ്റക്കാർ അല്ലേ? നമ്മൾ പലപ്പോഴും കാണലുണ്ട്, എന്താ പറയുക, പലപ്പോഴും നമ്മൾ പല വീഡിയോകളിലും പല റീൽസിലും ചില ആൾക്കാർ ആത്മഹത്യ ചെയ്തു, നല്ല നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്ന റീല് ചെയ്യുന്ന ആൾക്കാർ വീഡിയോ ചെയ്യാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവർ ആത്മഹത്യ ചെയ്ത് കാണുന്നു. നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇവർ നല്ല റീൽസിലൊക്കെ ഭയങ്കരത്തിൽ എന്താ പറയുക നല്ല രീതിയിലായിരുന്നല്ലോ, എന്ത് പറ്റി, അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക ഒരു അത്ഭുതം തോന്നാറില്ലേ? ഇതൊക്കെയാണ് അവസ്ഥ. കാരണം റീല് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റീൽസും റിയൽ ലൈഫും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പലരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. പലരും ക്യാമറയ്ക്ക് മുമ്പ് വന്ന് അഭിനയിക്കും പോകും. കാരണം അവർക്ക് എന്താ പൈസ കിട്ടണം, യൂട്യൂബ് വരുമാനം ഉണ്ടാക്കണം, വീഡിയോ റീച്ച് ആവണം. അപ്പോൾ അവർക്കിത് കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. ഇതുപോലത്തെ ഇവരെ തന്നെ ഫാമിലിൻ്റെ അവസ്ഥ തന്നെ ആലോചിച്ച് നോക്ക്. എനിക്കൊന്ന് ഇത്രയും ആരാധകരുള്ള ഇത്രയും വ്യൂവേഴ്സ് ഉള്ള ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ വേറൊരു യൂട്യൂബിൽ അത്ര നല്ലോണം കണ്ടില്ല. മറ്റേ നമ്മളെ ബൈജു ഫാമിലി അവരത്തല്ലാണ്ട് നല്ല ഭയങ്കര സന്തോഷമായിട്ട് വീഡിയോ ചെയ്യുന്നതും നമുക്കൊരു അസുഖം ഉണ്ടാക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നൊരു ഫാമിലി ആയിരുന്നു ഇവരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക അവർക്ക് ഒരു എന്താ പറയുക അച്ഛനമ്മക്കൊരു സംശയമായി, എൻ്റെ മകനെ ഇവള് എന്താ പറയുക വേറെ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടോ, അകറ്റുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഓരോരോ ചിന്തകൾ സ്വാഭാവികമായിട്ടും രണ്ട് മോനുള്ളിടത്തെല്ലാം വരാം. നോർമലി ഒറ്റ മോനുള്ളിടത്താണ് ഇതൊക്കെ ഉണ്ടാവാറ്. പക്ഷെ ചില സ്ഥലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ റീൽസിൽ കാണുന്ന സന്തോഷവും ബഹളവും പാട്ടും ഡാൻസും ഒന്നും അല്ല റിയൽ ലൈഫിൽ ഉണ്ടാകുമ്പോൾ വരുന്നത്. അതും തികച്ചും വ്യത്യസ്തമാണ്. അതിനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ഇവർ ചെയ്തിട്ടുള്ള എന്താ പറയുക ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ. ഇപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടോക്ക്. പറഞ്ഞു ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു നീ പറഞ്ഞു? അച്ഛനും ഇളയ മോനും തന്ന സമ്മാനമോ? രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. മാലയും പൊട്ടി അതിന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? ഉണ്ടാക്കിയിട്ടതല്ല, നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഇതിനെല്ലാം പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നെന്നും എനിക്കറിഞ്ഞൂടെ. എന്തൊക്കെ പറഞ്ഞ കൊച്ചു പിടിച്ച് കുറേ ചീത്ത പിടിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറുമെന്നും പറഞ്ഞവർ രണ്ടടി നിന്നെ ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. നിന്നെ ഈ ഗർഭിണിയായിരുന്നപ്പോൾ ആരൊക്കെ അടിച്ചത് പറ. വയറെന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് പോലെ. ഈ വീഡിയോയില് പ്രഗ്നൻ്റ് ആയ ഒരു ലേഡിയാണ്. പ്രഗ്നൻ്റ് ആയ ഒരു ലേഡീനെ മോൻ്റെ ഭാര്യയാണ്. പക്ഷെ ആ ഒരു പരിഗണന പോലും കൊടുക്കാണ്ട് ഗർഭിണിയായ ഒരു വധുവിനെ അവർ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. സ്വമേധയായിട്ട് കേസ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇത്രയും തെളിവുണ്ടല്ലോ, സ്വമേധയായിട്ട് വനിതാ കമ്മീഷൻ കേസ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഒരു ഗർഭിണി അത്രയും എന്താ പറയുക അത്രയും കെയർ കിട്ടേണ്ട ആ സമയത്ത് ഒരു അമ്മൻ്റെയും അല്ലെങ്കിൽ ഹസ്ബൻഡും സന്തോഷം എല്ലാം കിട്ടേണ്ട ആ സമയത്ത് അവരെങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണം അച്ഛനമ്മൻ്റെ എതിർക്കാരെ. അവരെ ഇപ്പം അത്ര ഒരു വീഡിയോ അവരെടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരും കൂടി അവരെ ക്രൂശിച്ചേനെ. അവരെ തെറ്റിപ്പോയി, ഇവർ കാരണമാണ് വീട് കൊളായത്.
അങ്ങനെയൊക്കെ പറഞ്ഞേനെ. അതിന് കാരണം എന്തോ ആവട്ടെ, അച്ഛനും അമ്മയായാലും 2 മക്കൾ ഒരുപോലെ കാണാൻ പഠിക്കണ്ടേ. അല്ലെങ്കിൽ ഇത് ഇത്രയും പോപ്പുലറായ ഒരു ഫാമിലി, ഇവരെ ഫാമിലിനെ ഇവരൊരു മാതൃകയായിട്ടല്ലേ പോകുന്നുള്ളേ. എത്രയോ ആൾക്കാർ ഇവരെ പോലെ ആവണം, എനിക്കിങ്ങനെ ആവണം, എൻ്റെ ഫാമിലി ഇങ്ങനെയാണ്, എൻ്റെ ഏട്ടനും എൻ്റെ അനിയനും ഇതുപോലെ സ്നേഹം വേണം, അച്ഛനമ്മൻ ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ് എത്രയോ ആൾക്കാർ ആ വീഡിയോക്ക് താഴെ കമൻ്റ് ഇടുന്നവരുണ്ട്. ഒരു മണിക്കൂറിനുള്ള 1 ലക്ഷം 2 ലക്ഷം, ഒരു ദിവസത്തിനുള്ള 1 മില്യൺ വ്യൂസൊക്കെ പോകുന്ന ഒരു ഫാമിലിയാണ് അവർ. അപ്പോൾ അവരൊരു സമൂഹത്തിൽ ഇത്രയും മാതൃകയായിട്ട് നിൽക്കുന്നവർ അവർ ചിന്തിക്കില്ല, അച്ഛനമ്മയും ചിന്തിക്കണ്ടേ. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞെങ്കിൽ അത് മോശമാണ്. ഇതിലിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഇതിനെതിരെ കേസെടുക്കണം എന്നാണ്. അച്ഛനും അമ്മക്കും സഹോദരനെതിരെ കേസെടുക്കണം ഗാർഹിക പീഡനത്തിന്. കാരണം ഒരു പ്രഗ്നൻ്റായ യുവതിനെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത്. അത് നല്ലൊരു ഫാമിലിക്കോ അല്ലെങ്കിൽ നല്ലൊരു സന്ദേശമല്ലല്ലോ സമൂഹത്തിലേക്ക് നൽകുന്നത്. അതെന്തൊരു ക്രിമിനൽ ഒഫൻസാണ്. കാരണം ഉപദ്രവിക്കുക, എസ്പെഷ്യലി ഒരു പ്രഗ്നൻ്റായ ഒരു പെണ്ണ് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അത് ഭയങ്കര. ഇനിയെങ്കിലും ആൾക്കാർ മനസ്സിലാക്കണം, പക്ഷേ റീലിൽ കാണുന്ന ലൈഫല്ല റിയലായിട്ടുള്ള ലൈഫ്. ഇതൊക്കെ എന്താ പറയുക, പുറമോടിയാണ്, വെച്ചുകെട്ടാണ് എന്ന് ഏകദേശം ഫാമിലീസും, എല്ലാവരും ഞാൻ കുറ്റം പറഞ്ഞില്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദ ഫാമിലീസും മോസ്റ്റ് ഓഫ് ദ കപ്പിൾസും എല്ലാവർക്കും ഇടയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് അസൂയാവോ അല്ലെങ്കിൽ നമുക്കിങ്ങനൊരു ജീവിതം കിട്ടിയില്ലല്ലോ എന്നാലോചിച്ച് സങ്കടപ്പെടുന്നതിന് പകരം കിട്ടിയ ജീവിതത്തെ ആസ്വദിച്ച് ജീവിക്കാൻ പഠിക്കുക. അതൊക്കെ എനിക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.